ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബുദാബിയിലാണുള്ളത്. ജംഷിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ജാനുവരി 25-ന്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റിന് ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 28 ബർത്ത്ഡേ ആണ് ആളുടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 28 ബർത്ത്ഡേക്ക് 28 ഗിഫ്റ്റ് വാങ്ങിയിട്ട് സെറ്റ് ആക്കണം എന്നാണ്. എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് പ്ലാൻ എന്തെന്ന് പറഞ്ഞാൽ, ആള് ഇങ്ങനെ അലമാരൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പറയും ഡ്രസ്സൊന്നും ഇല്ല പറയും. എനിക്ക് ശരിക്കും ഓർമ്മ വരില്ലേ, എൻ്റെ ബ്രദറിന് കുറേ ഡ്രസ്സ് ഉണ്ടാവും, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഡ്രസ്സുകൾ കുറേ വാങ്ങാം. അപ്പോൾ ഇവിടെ അടുത്ത് KM ഉണ്ട്, KM സെൻറ്ററിൽ പോയിട്ട് ഒരു 2 ഷർട്ട് 2 പാൻറ്റും ഒക്കെ വാങ്ങണം. അതാണ് ഫസ്റ്റ് പ്ലാൻ. അപ്പോൾ KM എന്നുള്ള പർച്ചേസ് കഴിഞ്ഞ് ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഡേക്ക് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. ജംഷി ഈ കാറിനുള്ളിൽ കുറച്ച് സമയം ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ജംഷിനെ കൂട്ടാണ്ട് ഒറ്റക്ക് പോയതാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കൽ റിസ്ക് ആണ്. കിടന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെല്ലെ ഡിക്കി തുറക്കണം, എന്നിട്ട് ഇത് വെക്കണം. അങ്ങനെയാണ് എൻ്റെ പ്ലാന് ഫ്ലോപ്പ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഡിക്കി തുറന്നതെന്ന് വെച്ചത് പറഞ്ഞിട്ടാ. ഡിക്കി തുറന്നത് അറിഞ്ഞിട്ടുണ്ടാവും, സാധനം വെച്ചതൊന്നും കണ്ടിട്ടാ. ലാസ്റ്റ് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നത് കണ്ട്. പക്ഷെ ആൾക്ക് അറിയില്ല ആൾക്ക് വാങ്ങാൻ പോയതാന്ന്. എന്തായാലും സർപ്രൈസ് ആവും. ആ എങ്ങോട്ട്? പള്ളി കാണാനാ പോകുന്നുണ്ട്. ഒരേ ഉറക്കല കഴിഞ്ഞാ? ഉറക്ക കഴിഞ്ഞാന്ന്. ഇന്ന് ജംഷിന്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന്റെ സെക്കൻഡ് ഡേ ആണ്. തേർഡ് ഡേ ആക്കാനില്ല, നാളെയാണ് ബർത്ത്ഡേ. ഇന്ന് വെള്ളിയാഴ്ച എക്സാം ഉള്ളതുകൊണ്ട് തന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ പുറത്തിറങ്ങിയതാണ് ബർത്ത്ഡേക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാന് ഫുഡ് കഴിച്ചിട്ട് നേരെ ലുലുവിലേക്ക് പോകും. ഇതാണ് പ്ലാൻ. അവിടെ കുറച്ചെല്ലാം അരച്ച് പെറുക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് ഞാൻ വാങ്ങും. എനിക്കൊരു ഐഡിയ ഇല്ല, എന്താ വാങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. കുറെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് അവിടെ പോയി നോക്കാം. ഇപ്പത്തെ ദുബായിന്റെ കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ ഒരു സമയം ഏകദേശം 2:30. നോർമലി ഭയങ്കര ചൂടാ ഉണ്ടാക്ക്, ബട്ട് ഇപ്പൊ ഭയങ്കര തണുപ്പുണ്ട്. അങ്ങനെ നല്ല സുഖമുള്ള കാലാവസ്ഥ. നേരെ സ്റ്റാൻഡ് വ്യൂ ആണ് പോകുന്നത്. ഫുഡ് കഴിക്കണം, എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നമുക്ക് ലുലുവിൽ പോവാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വ്യൂ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള ഇരിപ്പാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞാലേ ബോറ്. അങ്ങനത്തെ ഒരു മടുപ്പ് ലൈഫിൽ ഞങ്ങൾക്ക് വേറെ ഇല്ല. ഫുഡ് ഓർഡർ ആക്കിയിട്ട് 10-15 മിനിറ്റ് കാത്തുക, ക്ഷമമില്ല. അതാണ് ഞാൻ ലൈറ്റ് ആയിട്ട് എന്താ കഴിക്കാൻ വിചാരിച്ച്. അതിനോണ്ട് തന്നെ ചിക്കൻ ചില്ലി പൊറാട്ട സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തത്, അതും ചായയും. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് വന്നല്ലോ. അങ്ങനെ സാൻഡ്വിച്ചെല്ലാം തിന്നിട്ട് നമുക്ക് കഴിഞ്ഞ്. പക്ഷെ സാൻഡ്വിച്ച് അത് അടിപൊളി സാൻഡ്വിച്ച്. എന്തെന്നല്ലെങ്കിൽ അതിന്റെ മയോണൈസും ചീസും സോസും എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല ക്രീമി സാൻഡ്വിച്ച് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതും 6.50 ദിറംസിന്. ശരിക്കും ഞങ്ങൾക്കൊന്ന് മതിയായിട്ടാ. ബട്ട് എന്നൊന്നും വാങ്ങിയെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ പകുതി അടുത്തിട്ട് തന്നെ വരും. സോ ഞാൻ അവിടുന്ന് കഴിഞ്ഞത് തിന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് നേരെ ലുലുവിൽ പോകണം. എൻ്റെ പ്ലാന് ഒരു റിങ് വാങ്ങണമെന്നുണ്ട്, ഒരു സിൽവർ റിങ് വാങ്ങണമെന്നുണ്ട്, പിന്നെ കുറച്ച് ഡ്രസ്സ്, കുറച്ച് പിന്നെ അണ്ടർവെയർ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വാങ്ങണം നല്ല ഉണ്ട്. നോക്കാം. ലുലുവിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ബട്ട്
ഇനിയും 5 മിനിറ്റിലധികം നടക്കാനുണ്ട്. പോകുന്ന വഴിക്കുള്ള പ്രാവുകള്. വാവ്, പ്രാവുകൾ പറന്നു പോയിരിക്കുന്നു. ഏകദേശം 5 മിനിറ്റോളം നടന്ന്, ഇനിയും 5 മിനിറ്റ് നടക്കാനുണ്ട്. ബനിയാനുണ്ട്, പിന്നെ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളുടെ ബേർഡ് അത്രയും സ്പെഷ്യലും കളർഫുള്ളും ആക്കാൻ വേണ്ടിയിട്ടല്ലേ. സോ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. ഏതായാലും ഞങ്ങൾ വാങ്ങുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങുന്നത് ഇഷ്ടപ്പെട്ടാൽ മതി. എന്താ ഇഷ്ടപ്പെടും. പിന്നെ ഞമ്മ കൊടുക്കുന്നതിന് എന്തും വാല്യബിൾ ആണല്ലോ. ഞമ്മ കൊടുക്കുന്നത് എന്തും വാല്യബിൾ ആണ്. അങ്ങനെ നമ്മളെ ലുലു സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അതാക്കണു, ഇതാണ് നമ്മുടെ ലുലു. ഇനി റോഡും കടന്നിട്ട് പോണം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിലാണ് ഉള്ളത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലുലുന്ന് ഇറങ്ങി. ഇപ്പൊ ലുലുന്ന് പർച്ചേസ് ചെയ്തോണ്ട് നിൽക്കുമ്പോ ജംഷി വിളിച്ച് ചോദിച്ചു, നീ എവിടെ? ഞാൻ എനിക്ക് വേണ്ട ഷവർമയും ജ്യൂസൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്നുണ്ട്, വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ട് ഒപ്പിച്ച. ആള് നെസ്റ്റൊക്കെ പോയതല്ലേ, സാധനം വാങ്ങാൻ പോയതല്ലേ, ബേർഡ് ഗിഫ്റ്റ് വാങ്ങാൻ പോയതല്ലേ ചോദിച്ചെന്തല്ലോ ചോദിക്കുന്നേ, എന്തെല്ലോ പറഞ്ഞിട്ട് ഒപ്പിച്ച്. അപ്പൊ സമയം 7:10. സമയം പോയതറിഞ്ഞില്ല. ഞാൻ 2:30 3 മണിക്കോ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. അപ്പോ പോണം, പിടിക്കപ്പെടാതിരിക്കട്ടെ. കയ്യില് സാധനങ്ങളുണ്ട്, ഇത് ഏടെ വെക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. റൂമിൽ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പ്ലാൻ ഉണ്ടായത്. ഇപ്പോ റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ ആളെന്നെ കാണും, പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ടാവും. അപ്പൊ റൂമിൽ വെക്കാൻ വഴിയില്ല, എന്തേലൊക്കെ ആക്കണം. കണ്ടെങ്കിൽ ആകെ സർപ്രൈസ് പൊളിയൂലേ, തുറന്നെല്ലാം നോക്കിയാലേ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒപ്പിച്ചിട്ട് സെറ്റാക്കി വെക്കണം. ഞാനിപ്പോൾ റൂമിൻ്റെ പുറത്താണുള്ളത്. ഞാൻ വിചാരിച്ചു ജംഷി എന്നെ കാണും വരുമ്പോൾ. ജംഷനെ കണ്ടിട്ട് ഞാൻ ജംഷിനെ കണ്ടിട്ടാ ഞാൻ നല്ല ഷോർട്ട് കട്ട് എടുത്തിട്ട് വന്ന്. ഇപ്പോൾ റൂമിൽ ഉണ്ടാവില്ല, കാരണം കീ എൻ്റെ കയ്യിലുള്ള. നല്ല പോയിട്ട് ഒളിപ്പിച്ചേക്കണം. ഞാൻ വിചാരിച്ചു സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോയി. ഭാഗ്യത്തിന് പൊളിഞ്ഞില്ല. നല്ല റൂം തുറക്കണം, അടങ്ങി ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ നാളെ പർച്ചേസ് ചെയ്യാൻ പോകണം. നാളെ രാത്രിയാണ് ബേർഡേ. അപ്പോൾ നാളെ പർച്ചേസിൻ്റെ വീഡിയോ നാളെ വരാം. അപ്പോൾ ബൈ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മളെ 3rd ഡേ ആണ്. 3rd ഡേ മാത്രമല്ല, ഇന്നാണ് ബേർഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ചത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജംഷിക്ക് വർക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. ബട്ട് അങ്ങനെയല്ല, ജംഷി റൂമിൽ തന്നെ ഉണ്ടായിന്. ഞാൻ ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ട്. ചങ്ങായിമാർ വിളിക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാതറിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് ബാഗൊക്കെ ചെക്കായി നോക്കി, അപ്പം ആണെങ്കിലും മെട്രോ കാർഡില്ല. എന്നിട്ട് മെട്രോ കാർഡില്ലല്ലോ, പിന്നെന്താ എവിടെ പോകുന്ന ചോദിച്ചു. പറഞ്ഞ് കറാമലിന് എല്ലാവരും വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒപ്പിച്ച്. ഞാനിപ്പോൾ റിമോട്ട് കാറും തേടി ഇറങ്ങിയതാണ്. കാരണം എന്തെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളെ റൂമിൻ്റെ താഴെ എന്നും രാത്രി 4 ചെക്കന്മാർ കൂടിയിട്ട് റിമോട്ട് കാറിൽ കളിക്കലുണ്ട്. അത് കണ്ട് ജംഷി എപ്പോഴും പറയലുണ്ട് നല്ല രസമാണ്, നമുക്കും ഒന്നും വാങ്ങണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബേർഡേക്ക് എന്തായാലും ഗിഫ്റ്റ് വാങ്ങല്ലോ, അതിലൊരു ഗിഫ്റ്റ് ഇതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഡേ ടു ഡേയിലേക്ക് പോയിട്ട് വാങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞമ്മ ഡേ ടു ഡേ റിമോട്ട് കാറെല്ലാം വാങ്ങി റൂമിലേക്ക് പോകുന്ന വഴിയാ. ഇനി ഞാൻ വിചാരിച്ചത് വലിയ കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കാറ് കിട്ടിയിട്ട. അപ്പം ഉള്ളിൽ ഏറ്റവും വലിയത് വാങ്ങിയിട്ട് വന്ന്. ഇനി നെക്സ്റ്റ് പോകണം, കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഇനി കുറച്ചും കൂടെ ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ട്. 28 സെറ്റാവുമെന്ന് എനിക്കറിയില്ല. ആക്കാനാണ് ഉദ്ദേശം. ഇൻഷാ അല്ലാഹ്. ഇപ്പം ഏകദേശം സമയം 1 മണി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാറിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വന്നിട്ടാണ്. ജംഷിനോട് ചായ കുടിക്കാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ മാസ്ക് മറന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നതാണ്. ഇപ്പോൾ താഴെ വെയിറ്റ് ആക്കുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ റൂംമേറ്റ് കേക്ക് കൊണ്ട് പോയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ അടുത്തുമ്പോഴേക്കും കേക്കും സെറ്റും എല്ലാം സെറ്റായിട്ടുണ്ടോ. ജസ്റ്റ് ജംഷിനെ സർപ്രൈസ് ആക്കാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ ജംഷിന്റെ ബർത്ത്ഡേ ആയിട്ട് എങ്ങോട്ട് ജംഷി നമുക്ക് കഴിഞ്ഞത്? നമുക്ക് നല്ല ചായ കുടിക്കാൻ പോയല്ലോ. എനിക്കൊരു ചായ വാങ്ങിത്തരാം, ബർത്ത്ഡേ ആയതുകൊണ്ട്. നല്ല തണുപ്പട്ടാ. അപ്പൊ നമ്മള് വയനാടൻ ചായക്കടയിൽ പോയി ചായ കുടിക്കാനുള്ള പ്ലാനാ. ചായ കുടിച്ച അടിപൊളിയായിരിക്കും. ചൂട് ചായയും ചൂട് കട്ട്ലേറ്റും സെറ്റ് അല്ലേ? ഇപ്പൊ ഉണ്ടാവോ? ഇപ്പൊ സമയം എത്രയായി? 2 മണി വരെ ഉണ്ട്. വേഗം പോയി വാങ്ങി കിട്ടും. ടൈം എത്രയായി ഇപ്പൊ കാണിച്ചേ? 2 മണിയല്ല, 1:10.